തിരുവനന്തപുരം പാലോട് KSRTC ഡിപ്പോയിൽ ഡ്രൈവർ മദ്യപിച്ചെന്ന് കണ്ടെത്തിയതിൽ വീണ്ടും പരിശോധന. D2 നേരിട്ടെത്തി ഡ്രൈവർ ജയപ്രകാശിനെ ചീഫ് ഓഫീസിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, എന്താണ് ഇനി അടുത്ത പരിശോധന? സമയം മുമ്പാണ് DTO നേരിട്ടെത്തി പാലോട് KSRTC ഡിപ്പോയിൽ പ്രതിഷേധത്തിലായിരുന്ന ഡ്രൈവർ ജയപ്രകാശിനെ തിരുവനന്തപുരം ചീഫ് ഓഫീസിലേക്ക് കൊണ്ടുപോയത്. ഈ ചീഫ് ഓഫീസിൽ വെച്ച് വീണ്ടും ഇദ്ദേഹത്തിൻ്റെ ഈ ശ്വാസം പരിശോധിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാവിലെ 7 മണിയോടുകൂടി ഡ്യൂട്ടിക്ക് എത്തിയപ്പോഴാണ് ഈ ബ്രെത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ചത്. ഏകദേശം 50ഓളം പേരെ പരിശോധിച്ചു. അതിൽ ഇദ്ദേഹത്തിന് പോസിറ്റീവായി, അതായത് 16 പോയിന്റ് കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്നാണ് ഇദ്ദേഹം ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തി മാറ്റി നിർത്തുന്നത്. പക്ഷേ ഇദ്ദേഹം ലഹരി കണ്ടെത്തിയിരുന്നില്ല. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. കുടുംബവുമായി എത്തി ഈ KSRTC ഡിപ്പോയിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമ്മളത് വാർത്തയായി നൽകുകയും ചെയ്തു. തുടർന്ന് മന്ത്രി അടിയന്തരമായി തന്നെ ഇടപെടുകയും റിപ്പോർട്ട് CMDയോട് തേടുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ പരിശോധിക്കുവാൻ തയ്യാറാണെന്നും സ്റ്റേഷൻ മാസ്റ്ററോട് ഇദ്ദേഹത്തെ ജയപ്രകാശിനുമായി ഈ DTO നേരിട്ട് ഇവിടെ എത്തുവാൻ വേണ്ടി, അതായത് CMDയുടെ ഓഫീസിൽ എത്തുവാൻ വേണ്ടി ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ അതിനുശേഷം KSRTC പെട്ടെന്ന് നിലപാട് മാറ്റി. ഈ മിഷ്യനും അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്ററും മാത്രം ഈ ഓഫീസിലേക്ക്, ചീഫ് ഓഫീസിലേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരു നിർദ്ദേശം കൊടുക്കുന്നു. തുടർന്ന് വീണ്ടും ജയപ്രകാശ് സമരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ DTO തന്നെ നേരിട്ട് പാലോട് ഡിപ്പോയിലേക്ക് എത്തുകയും വാഹനത്തിൽ അദ്ദേഹത്തെ, അതായത് ഈ ഡ്രൈവർ ജയപ്രകാശിനെ പ്രതിഷേധം അവസാനിപ്പിച്ച ഈ ഓഫീസിലേക്ക്, ചീഫ് ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തുടർന്ന് അല്പസമയത്തിനകം തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പരിശോധന നടത്തും എന്നുള്ളതാണ്. ഇദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് താൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത്. അദ്ദേഹം കരഞ്ഞാണ് നമ്മളോട് സംസാരിച്ചത്. എന്നിട്ടും തന്നെ ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തി എന്നുള്ളതാണ്. നേരത്തെയും സമാന രീതിയിൽ ഈ മിഷൻ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. സ്റ്റേഷൻ IC ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മിഷൻ മാറ്റണമെന്ന് പലതവണ പരാതിപ്പെട്ടിരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു തരത്തിലും അത് മാറ്റാൻ വേണ്ടി തയ്യാറായില്ല. തുടർന്നാണ് തന്നെ പരിശോധിച്ചപ്പോൾ ഈ ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തി എന്നുള്ളത് ഇദ്ദേഹം ആരോപിക്കുന്നത്. എന്തായാലും ഇതിനൊരു പര്യവസാനമാകുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ ചീഫ് ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. DTO നേരിട്ടെത്തി. ശ്രുതി. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.